ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കിടിലൻ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു കുക്കറിലേക്ക് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച കടല കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഒരു ഗ്ലാസ്സാണ് കടല എടുത്തത്, അപ്പോൾ ആ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അടച്ച് വെച്ച് നമുക്ക് വിസിലടുപ്പിക്കാം, വേവിച്ചെടുക്കാം. ഇനി അത് മാറ്റിയതിന് ശേഷം നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, കുറച്ച് ഏലക്കത്തരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നീളത്തിലരിഞ്ഞ സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് മസാല ചേർത്ത് കൊടുക്കണം. മസാലയുടെ വീഡിയോ നമുക്ക് കിട്ടിയില്ല, അപ്പോൾ നമ്മൾ പറഞ്ഞുതരാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി ഇത്രയാണ് നമ്മൾ ചേർത്തേക്കുന്നത്. അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇതുപോലെ പൊടിയായിട്ടാണ് നമ്മൾ അരിഞ്ഞേക്കുന്നത്, പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ചെയ്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയിട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ചെറിയതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് അടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ പേസ്റ്റ് രൂപത്തിക്കിട്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതുപോലെ ബാക്കിയും കൂടി ഉള്ളത് നമുക്ക് അടിച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് അരച്ചോളൂ, അപ്പോൾ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടും ഇതുപോലെ. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി ആ പാനിൽ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് എന്ന് വെച്ചാൽ നമ്മൾ തേങ്ങാക്കൊത്ത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. അതുപോലെ ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളകും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം കടല വെന്തിട്ടുണ്ടാവുന്നു. അപ്പോൾ കടലയൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ആ കടലിലേക്ക് നമ്മുടെ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് അത്യാവശ്യം കുറുകിയാണ് ഇരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് നേരത്തെ കടുക് പൊട്ടിച്ച് വെച്ച് തേങ്ങാക്കൊത്തും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ കിടിലൻ കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ദോശയുടെ ഒപ്പം, പുട്ടിൻ്റെ ഒപ്പം, പൊറോട്ടേൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഇറച്ചിക്കറി പോലത്തെ കടലക്കറിയാണ്. അപ്പോൾ കടലക്കറീൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ഗോതമ്പ് ദോശയാണ്. അപ്പോൾ ഗോതമ്പ് ദോശയുടെ കൂടെ മാത്രമല്ല, പുട്ടിൻ്റെ ഒപ്പം, പൊറോട്ടേൻ്റെ ഒപ്പം, ചപ്പാത്തിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ കടലക്കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വെറൈറ്റി മിക്സഡ് ഫുഡ്സ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നമ്മുടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾ ഉടനടി നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.